ഹായ്, കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വഴുതനങ്ങ തോരൻ ഉണ്ടാക്കിയാലോ? നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതിനെ വൈനിങ്ങ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഞാൻ ആദ്യം 4 വഴുതനങ്ങ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വഴുതനങ്ങ എടുത്തത്. ഞാൻ 4 എടുത്തിന് ഒരു മീഡിയം സൈസിൽ 4 വഴുതനങ്ങ എടുത്തു. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളിയും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ചീനച്ചട്ടിയിൽ പ്രിപ്പയർ ചെയ്യാം. ചീനച്ചട്ടി ചൂടായ ശേഷം നമുക്കതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഒരു സ്പൂണ് കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ വെളുത്തുള്ളി റെഡിയാക്കി വെച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ഇളക്കുക. വെളുത്തുള്ളി കുറച്ച് ഒരു ബ്രൗൺ പോലെ ആവണം. അങ്ങനെ അതുപോലെ ഇളക്കുക. ഇതൊക്കെ കണ്ടില്ലേ, വെളുത്തുള്ളി ഒരു ബ്രൗൺ പോലെ ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളക് ഇടുക. പിന്നെ നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലൊക്കെ നമുക്ക് 2-3 തണ്ട് ഉപയോഗിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നല്ലൊരു മണം നമുക്ക് വേറെ തന്നെ ഉണ്ടാവും. ആ കറിയിൽ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും വേറെ തന്നെ ഉണ്ടാവും കറിവേപ്പിലയുടെ. പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചധികം സമയം നമുക്കത് ഇളക്കാം കേട്ടോ. 2-3 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ചമണക്ക് മാറിയിട്ട് കുറച്ചതൊരു വെന്ത പോലെ ആവണം. കുറച്ചൊരു വാടി വരണം അത്. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കാം. ഇത് ഏകദേശം സമയമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വേണ്ട, ഉള്ളി കുറച്ച് വെന്ത് വന്നതുപോലെ നമുക്കത് ഫീൽ ആവുന്നില്ലേ? കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നില്ലേ? ഇത് എണ്ണയിൽ തന്നെ ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ മനസ്സിലാവുന്നില്ല. നമുക്ക് എണ്ണ കൂടുതലില്ല പോലെ. എണ്ണ എത്ര ആവശ്യമില്ലെങ്കിൽ ഇത്ര ഉപയോഗിക്കേണ്ട കേട്ടോ എണ്ണ. നമ്മൾ പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനോട് ചേർക്കുക. പിന്നെ അതിലോട്ട് നമ്മളൊരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. 1 സ്പൂൺ ഉപ്പും ചേർത്തു. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് പിന്നെ നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ആ പൊടികളൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ആ പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചപ്പണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉള്ളിയൊക്കെ നമുക്ക് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഇളക്കി കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടിക്ക് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു 1/4 ഗ്ലാസ് പോലും വേണ്ട, അതിലും കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുക. കാരണം വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണ്. കൂടുതൽ വെള്ളം ചേർത്താൽ നമുക്കത് ഉടഞ്ഞു പോകും. അത് വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കുക കേട്ടോ. പിന്നെ അത് കുറച്ചൊന്ന് തിളച്ച് പോലെ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. കണ്ടോ, അതിൽ കുറച്ച് വെള്ളം പോലെ അതിലുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് കുറച്ച് ഇളക്കി. കുറച്ച് വഴുതനങ്ങ വെന്തില്ലല്ലോ. കുറച്ച് വഴുതനങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം അത് വറ്റിപ്പോകും. കുറച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ മതിയാകും. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളമൊക്കെ വറ്റിപ്പോകും. പിന്നെ അതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേരുന്നത്. 1/4 കപ്പ് മാത്രം മതി, തേങ്ങ കൂടുതൽ വേണ്ട. കൂടുതൽ തേങ്ങയെ നമുക്ക് ആ തേങ്ങയുടെ ടേസ്റ്റ് തന്നെ കുറച്ച് മുന്നിൽ നിൽക്കും. അങ്ങനെ വേണ്ട, നമുക്കൊരു 1/4 കപ്പ് തേങ്ങ മാത്രം മതി. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വഴുതനങ്ങയും തേങ്ങയും ഒക്കെ മിക്സായി നല്ല റെഡി ആയിട്ടില്ലേ? ഇപ്പോൾ പൊതുവേ കുട്ടികൾക്കൊക്കെ വഴുതനങ്ങ ഇഷ്ടമല്ല എന്നല്ലേ പറയുന്നത്. പക്ഷേ ഇങ്ങനെയാക്കി നോക്കിയൊക്കെ മിക്കവാറും കുട്ടികൾ കഴിക്കും. നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതെല്ലാം വെന്ത് വന്ന ശേഷം ലാസ്റ്റ് നമുക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി. ആ ചില്ലി ഫ്ലെക്സ് മൊത്തം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്